ഹീറോയും അവൻ്റെ ചേച്ചിയും തമ്മിലൊരു ബെറ്റ് വെക്കും. അതൊരു പ്രത്യേക ബെറ്റായിരുന്നു. ആ ബെറ്റ് കൊണ്ട് അവൻ്റെ ജീവിതം തന്നെ മാറുകയും ചെയ്യും. പറഞ്ഞു വരുന്നത് 1999 ഇറങ്ങിയ ക്രൂവൽ ഇൻറ്റൻഷൻ എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം വെൽക്കം ടു മൂവി ഹണ്ടർ മലയാളം. നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം. മൂവി ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ ഒരു സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നതായി കാണിക്കും. നമ്മുടെ ഹീറോയെ പറ്റി പറയുവാണെങ്കിൽ ഇവനൊരു കോളേജ് സ്റ്റുഡൻ്റാണ്. അതുമാത്രമല്ല ഇവനൊരു പ്ലേ ബോയ് കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെയൊക്കെ നൈസായിട്ട് വളച്ചെടുത്തിട്ട് അവരുമായിട്ട് പരിപാടി നടത്തിയിട്ട് ഇവൻ്റെ പാട്ടിന് പോകും. അതാണ് ആശാൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ നമ്മുടെ ഹീറോ ഡോക്ടറിൻ്റെ അടുത്ത് എന്തൊക്കെയോ കഥ പറഞ്ഞ ശേഷം അവിടുന്ന് ബൈ ബൈ പറഞ്ഞ് പോവുകയും ചെയ്യും. ആ ഒരു ടൈമിൽ തന്നെ ഡോക്ടറിൻ്റെ മകള് പുള്ളിക്കാരത്തെ വിളിക്കും. അവൾ പറയും എൻ്റെ പഴയ ലവർ എൻ്റെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് എല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടെന്ന്. അതായത് നമ്മുടെ ഹീറോ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ അതേ കഥ. ആ ടൈമിലാണ് ഡോക്ടറിന് പിടികിട്ടുന്നത് പുള്ളിക്കാരത്തിൻ്റെ മോളിലെ ലവറാണ് ഹീറോ എന്നുള്ള കാര്യം. ഇതറിഞ്ഞ ഡോക്ടറോ അവിടെ നിന്ന് ഒച്ചത്തിൽ അലറും. അതായത് നമ്മുടെ ഹീറോയെ വിളിക്കും. എന്നാൽ നമ്മുടെ ഹീറോയോ ഇതൊന്നും മൈൻഡ് ആക്കത്ത് കൂടിയില്ല. അവൻ വേറൊരു അടിപൊളി പെണ്ണിനെ വളച്ചുകൊണ്ട് കൂളായിട്ട് അവിടെ നിന്ന് നടന്നു പോകും. അവിടെ നിന്ന് കട്ടിയതാൽ നമ്മൾ കാണുന്നത് ഹീറോയുടെ ചേച്ചിയുടെ അടുത്ത് ചെറിയും അവളുടെ അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചേച്ചിയെ പറ്റി പറയുവാണെങ്കിൽ കോളേജിലൊക്കെ നല്ല പോപ്പുലറായിട്ടുള്ള, അതോടൊപ്പം തന്നെ നല്ല പെൺകുട്ടിയുമെന്ന് പേര് കൂടിയുള്ള ഒരാൾ കൂടിയാണ്. നീ എന്തുമാത്രം പോപ്പുലറാണോ അതുപോലെ തന്നെ എൻ്റെ മോളെ പോപ്പുലറാക്കാൻ ട്രെയിനിങ് ചെയ്യിക്കണമെന്നൊക്കെ ചെറിയുടെ അമ്മ ചേച്ചിയോട് പറയും. ആ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് കയറി വരും. പക്ഷേ അവൻ ചെറിയോട് എന്തൊക്കെയോ കമൻ്റ് അടിക്കും. ഇത് കേട്ട ഉടനെ തന്നെ ചെറിയുടെ അമ്മ അവളെയും വിളിച്ചുകൊണ്ട് പോകും. കാരണം അവർക്ക് അപ്പോഴേ പിടികിട്ടി ഇവനൊരു പ്ലേ ബോയ് ആണെന്നുള്ള കാര്യം. അവരവിടുന്ന് പോയ പുറകെ തന്നെ ചേച്ചി പറയും എൻ്റെ ലവർ ഇപ്പം എന്നെ ബ്രേക്കപ്പ് ചെയ്തിട്ട് ചെറിയുമായിട്ട് സെറ്റായി, അതുകൊണ്ട് നീ അവളോട് പക വീട്ടണമെന്ന്. പക്ഷേ ഇത് കേട്ട ഹീറോ ഇതിനെ സമ്മതിക്കത്തില്ല. കാരണം അവനിപ്പോൾ പഠിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ മകളെ അവനിപ്പം വളയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്. അപ്പോഴത്തേക്കും ഹീറോയുടെ ചേച്ചി പറയും നീ അവളെ ഒന്നും വളയ്ക്കാൻ പോകുന്നില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ബെറ്റ് വെക്കാം. നീ എങ്ങാം അവളെ വളച്ച് അവളുടെ കൂടെ പരിപാടി നടത്തിയാൽ ഞാൻ നിൻ്റെ കൂടെ പരിപാടി നടത്തും. നിനക്ക് ഓൾറെഡി എൻ്റെ മേലൊരു കണ്ണുണ്ടല്ലോ. ഇനി അഥവാ നീ അവളെ വളച്ച് പരിപാടിയൊന്നും നടത്തിയില്ലെങ്കിലോ നിൻ്റെ കാറിൻ്റെ കീ എനിക്ക് തരണമെന്നും പറയും. ഇത് കേട്ടവണ്ണം തന്നെ ഹീറോ ഓക്കെ പറയുകയും ചെയ്യും. ഇതിൽ ആക്ച്വലി നമ്മുടെ ഹീറോയുടെ സ്റ്റെപ്പ് സിസ്റ്ററാണ് ഇവള്. പിന്നീട് ഹീറോ കോളേജിലേക്ക് ചെന്ന് പ്രിൻസിപ്പളിൻ്റെ മകളെ വളയ്ക്കാൻ നോക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹീറോയിൻ. അങ്ങനെ ഇവളെ വളയ്ക്കാൻ നോക്കുമ്പോഴോ ഹീറോയിനോട് ആരോ ഹീറോയെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അവൾ പറയും നിന്നെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, നീ നിൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഇത് കേട്ടുടനെ തന്നെ ഹീറോ ഇവളുടെ താഴായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാകുക എന്ന് ഓർക്കും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോയുടെ ചേച്ചി ജെറിയുടെ വീട്ടിലേക്ക് ചെല്ലും. ആ ടൈമിൽ അവിടെ ചേച്ചിയുടെ എക്സ് ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവനിപ്പം നമ്മുടെ ജെറിയെ വയലിൻ പഠിപ്പിക്കുന്ന ടീച്ചറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവൻ ഇതുവരെ ജെറിയെ വളച്ചിട്ടില്ല, ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇതൊരു അവസരം കൂടിയാണ്. പക്ഷേ ഇതൊന്നും ജെറിയുടെ അമ്മയ്ക്ക് അറിയത്തുമില്ലായിരുന്നു. ആ ടൈമിൽ തന്നെ ഹീറോ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. ആരായിരിക്കും ഹീറോയെ പറ്റി പറഞ്ഞിട്ടുണ്ടാകുക എന്ന് രണ്ടുപേരും വിചാരിക്കും. അപ്പോഴാണ് ഹീറോയിൻ്റെ ഫ്രണ്ട് ഇത് പറഞ്ഞിട്ടുണ്ടാകാമെന്ന് അമ്മര് വിചാരിക്കുന്നത്. അപ്പം തന്നെ അവൻ്റെ പണിയാനുള്ള പ്ലാൻ ഇവന്മാര് നടത്തും. പിന്നീട് ജെറിയും ചേച്ചിയും സംസാരിച്ചുകൊണ്ടിരിക്കും. ആ ടൈമിൽ ജെറി പിയാനോ ടീച്ചർ അവൾക്ക് ലവ് ലെറ്റർ തന്ന കാര്യം, അതോടൊപ്പം തന്നെ ഇവൾക്ക് ആ ടീച്ചറിന് ഇഷ്ടമാണെന്നുള്ള കാര്യം ചേച്ചിയോട് പറയും. അതായത് ചേച്ചിയുടെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം. ഇത് കേട്ട ശേഷം ചേച്ചി എങ്ങനെയാണ് കിസ് ചെയ്യേണ്ടതെന്ന് അവളെ പഠിപ്പിച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ ആ ലെറ്റർ എവിടെയുണ്ടെന്ന് അവളോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. അന്ന് രാത്രി ഹീറോയിൻ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പം എന്തോ ഒരു പാട്ട് കേട്ടിട്ട് അവളൊരു റൂമിലേക്ക് ചെല്ലും. നോക്കുമ്പോഴോ ദേ നമ്മുടെ ഹീറോ നിൽക്കുന്നു. അവൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്ത ശേഷം പൂളിലേക്ക് വിളിക്കും. ഇത് കേട്ട് അവൾ സ്യൂട്ടൊക്കെ ഇട്ട് പൂളിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ആ ടൈമിൽ നമ്മുടെ ഹീറോ അവളെ നൈസായിട്ട് വളയ്ക്കാൻ നോക്കും. എന്നാൽ ഇവളോ നമ്മൾ വെറും കൂട്ടുകാർ മാത്രമാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറിപ്പോകും. പിന്നീട് ഹീറോ അവിടെ നിന്ന് നേരെ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോഴോ ഫ്രണ്ടും വേറൊരു പയ്യനൂടെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട ഹീറോ അവരുടെ ഫോട്ടോ എടുക്കുകയും ചെയ്യും. എന്നെപ്പറ്റി കണ്ട വൃത്തികേടെല്ലാം ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് അവൻ പറയും. ഇത് കേട്ടോടനെ ഫ്രണ്ട് പറയും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ച് എന്നോട് പറയാൻ ഹീറോ പറയും. ഇത് കേട്ടുടനെ തന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഓക്കെ പറയുകയും ചെയ്യും. പിറ്റേ ദിവസം ഫ്രണ്ട് ഹീറോയിൻ്റെ അടുത്ത് അവളോട് ആരാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ച് കണ്ടുപിടിക്കും. ഇതറിഞ്ഞ ഉടനെ തന്നെ അവൻ ഹീറോയെ വിളിച്ച് പറയും ജെറിയുടെ അമ്മയാണ് അങ്ങനെ പറഞ്ഞതെന്ന്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോ ചേച്ചിയുടെ വീട്ടിലേക്ക് ചെന്നിട്ടോ എന്നെപ്പറ്റി വൃത്തികേടെല്ലാം പറഞ്ഞത് ജെറിയുടെ അമ്മയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റെ ബെറ്റിന് സമ്മതിക്കാമെന്നും പറയും.
അതായത് നമുക്ക് ജെറിയോട് പകരം വീട്ടാമെന്ന്. അടുത്ത ദിവസം ചേച്ചി ജെറിയും ടീച്ചറും തമ്മിൽ ലവ് ആണെന്നുള്ള കാര്യം ജെറിയുടെ അമ്മയുടെ അടുത്ത് പറയും. ഇത് കേട്ട പുള്ളിക്കാരി അവിടെ നിന്ന് നേരെ ചെന്ന് ടീച്ചറിനെ 4 തെറി പറഞ്ഞിട്ട് ഇനി ഇവിടെ കണ്ടുപോകലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിടും. ആ ടൈം നോക്കി തന്നെ ഹീറോയും ചേച്ചിയും ടീച്ചറിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്ന് സമാധാനിപ്പിച്ച ശേഷം ജെറിക്ക് ഒരു ലെറ്റർ എഴുതാനും പറയും. ഇത് കേട്ടറിഞ്ഞ പുള്ളി എഴുതുകയും ചെയ്യും. എന്നിട്ടോ നമ്മുടെ ഹീറോ ജെറിയെ വിളിച്ചിട്ട് ടീച്ചർ എഴുതിയ ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്, രാത്രി നീ വന്ന് വാങ്ങിച്ചോളാനും പറയും. അങ്ങനെ അന്ന് രാത്രി ജെറി വീട്ടിലേക്ക് വരും. ജെറിയുടെ കാര്യമാണെങ്കിലോ ഇവളൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ള പെണ്ണ, അതായത് ഇവൾക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ജെറി ബെഡിൽ കിടക്കുന്ന ടൈമിൽ ഹീറോ ഇവളുടെ കുറേ പിക്ക് എടുക്കും. എന്നിട്ട് പറയും ഈ പിക്ക് മുഴുവൻ നിൻ്റെ അമ്മയെ കാണിച്ചിട്ട് ഇന്ന് രാത്രി മുഴുവൻ നീ എൻ്റെ കൂടെ ആയിരുന്നെന്ന് പറയുമെന്ന്. ഇത് കേട്ട് പേടിച്ച ജെറിയോ അവനൊന്ന് വഴങ്ങി കൊടുക്കുകയും ചെയ്യും. പിറ്റേ ദിവസം ഹീറോയും ഹീറോയിനും എങ്ങോട്ടോ യാത്ര പോകുമ്പം രണ്ടുപേരും കൈ പിടിക്കും. ഈ ഒരു ഭാഗത്തുനിന്ന് ഇവർ തമ്മിൽ ഇഷ്ടത്തില്ല എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടും. അങ്ങനെ ജെറി ചേച്ചിയോട് ഇന്നലെ നടന്ന കാര്യങ്ങളെപ്പറ്റി പറയും. അപ്പോൾ ചേച്ചി പറയും ഇതൊന്നും ഒരു തെറ്റല്ല, ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറയും. പിന്നീട് ഹീറോ ഹീറോയിനെ നോക്കിയിരിക്കുമ്പം ചേച്ചി അകത്തേക്ക് വരും. ഹീറോ ഹീറോയിനെ പറ്റി നല്ല കാര്യങ്ങളൊക്കെ പറയും. അതായത് അവളൊരു നല്ല പെണ്ണാണ്, എനിക്ക് അവളുമായിട്ട് പരിപാടി ചെയ്യാൻ കഴിയില്ലെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ ചേച്ചി പറയും എങ്ങനെ നിൻ്റെ കാറിൻ്റെ കീ ഇങ്ങ് തരാൻ. ഹീറോ പറയും അത് പറ്റില്ല, ഈ ബെറ്റിൽ ഞാൻ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവൾക്കൊരു ഉമ്മയെ കൊടുക്കും. പക്ഷേ ഇത് ഹീറോയിന് ഒട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവനെ തട്ടി മാറ്റും. പിന്നീട് അവർ തമ്മിൽ അവിടെ ഒരു ഉടക്ക് നടന്ന് ഹീറോയിൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും. കുറച്ച് കഴിഞ്ഞ് ഹീറോ ഹീറോയിൻ്റെ വീട്ടിലേക്ക് ചെല്ലും അവളോട് ബൈ ബൈ പറയാൻ. ആ ടൈമിലോ നമ്മുടെ ഹീറോയിൻ മൂഡായിട്ട് നിൽക്കുമായിരുന്നു. അതായത് അവൾക്ക് ഇവനുമായിട്ട് പരിപാടി ചെയ്യാൻ മൂഡായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഇപ്രാവശ്യം നമ്മുടെ ഹീറോയ്ക്ക് മൂഡില്ലായിരുന്നു. അവന് വേണേൽ ബെറ്റിൽ ജയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവൻ ഇവിടെ ട്രൂ ആയിട്ട് ലവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. പിറ്റേ ദിവസം ഹീറോ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഇനി ജെറിയോട് പക വീട്ടത്തില്ല, അവളൊരു പാവം പെണ്ണാണെന്ന് പറയും. ഇത് കേട്ട ഉടനെ തന്നെ ചേച്ചി ഷോക്കാകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഹീറോയിൻ ഈ ടൗണിൽ നിന്ന് വേറൊരു ടൗണിലേക്ക് ഷിഫ്റ്റ് ആകുവാണെന്ന് ചേച്ചി അവനോട് പറയും. ഇത് കേട്ട നമ്മുടെ ഹീറോയോ വണ്ടി എടുത്ത് നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അവൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫീലിങ്സും അവളോട് പറയും. എന്നിട്ട് അവളെ ഉമ്മ വെക്കുകയും ചെയ്യും. പിന്നെന്ത് വേണം, അവർ തമ്മിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹീറോ ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഹീറോയിനുമായിട്ട് ചെയ്തു, ബെറ്റ് ജയിച്ചെന്ന് പറയും. ഇത് കേട്ട് ചേച്ചി വാക്ക് പാലിക്കാനായിട്ട് നമ്മുടെ ഹീറോയെ പരിപാടിക്ക് വിളിക്കും. പക്ഷേ ഇവനോ ഹീറോയിനോടുള്ള ഇഷ്ടം കൊണ്ട് അതിന് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മുടെ ചേച്ചിയുടെ ഈഗോയെ ടച്ച് ചെയ്ത വിഷയമായിപ്പോയി. നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ഹീറോയിനോട് ബെറ്റിന് വേണ്ടിയാണ് നീ ഇതെല്ലാം ചെയ്തതെന്ന് പറയുമെന്ന് പറഞ്ഞ് ഇവൾ നമ്മുടെ ഹീറോയെ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇത് കണ്ട് കലിപ്പ് വന്ന ഹീറോയോ പിറ്റേ ദിവസം തന്നെ ഹീറോയിനോട് എല്ലാ സത്യം പറയും. ഞാൻ ബെറ്റിന് വേണ്ടിയായിരുന്നു ആദ്യം നിൻ്റെ കൂടെ കൂടിയത്, പക്ഷേ പതിയെ പതിയെ അത് ട്രൂ ലവ് ആയെന്ന് അവൻ പറയും. ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയിന് ആദ്യം ദേഷ്യം വന്നെങ്കിലും പിന്നീട് അവൾ കരയും. അങ്ങനെ ഹീറോ ചേച്ചിയോട് പറയും ഞാൻ ഹീറോയിനോട് എല്ലാ സത്യം പറഞ്ഞു, ഇനി വാ നമുക്ക് പരിപാടി ചെയ്യാമെന്ന്. ഇപ്രാവശ്യമോ ചേച്ചി അതിന് സമ്മതിക്കത്തില്ല. അതുമാത്രമല്ല ഇവനോട് നല്ലപോലെ ദേഷ്യപ്പെടുകയും ചെയ്യും. ഇപ്പോഴാണ് ഹീറോയ്ക്ക് പിടി കിട്ടുന്നത് നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവൻ ഫോൺ എടുത്ത് ഹീറോയിനെ വിളിക്കും. പക്ഷെ അവൾ ഫോൺ എടുക്കാത്തത് കൊണ്ട് അവൻ അവളുടെ ഹോട്ടലിലേക്ക് പോയിട്ട് ഒരു ബുക്ക് കൊടുക്കും. ഹീറോയിൻ ആ ബുക്ക് വായിച്ച് നോക്കുമ്പോഴോ അത് മുഴുവൻ ചേച്ചിയെ പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു. ആ ടൈമിൽ തന്നെ ചേച്ചി ജെറിയുടെ ബോയ് ഫ്രണ്ടിനെ വിളിക്കും, അതായത് ആ ടീച്ചറിനെ വിളിക്കും. എന്നിട്ട് ഹീറോയും ജെറിയും തമ്മിൽ നടന്ന കാര്യങ്ങളെല്ലാം പുള്ളിയോട് പറയും. ഇത് കേട്ട ടീച്ചറോ നമ്മുടെ ഹീറോയെ തപ്പി ഇറങ്ങാനും തുടക്കും. ഇവിടെ ഹീറോയിൻ ആ ഡയറി മുഴുവൻ വായിച്ചതുകൊണ്ട് സത്യങ്ങളെല്ലാം പിടികിട്ടും. അതുകൊണ്ട് തന്നെ അവളും ഹീറോയെ തപ്പി ഇറങ്ങും. അങ്ങനെ ടീച്ചർ ഹീറോയെ കണ്ടുപിടിച്ച് അവർ തമ്മിൽ റോഡിൽ കിടന്ന് നല്ല അടിയാകും. ആ ടൈമിൽ ഇത് കണ്ടോണ്ട് വന്ന ഹീറോയിനോ അവരെ പിടിച്ചു മാറ്റാൻ നോക്കും. പക്ഷേ ഇവരുണ്ടാക്കുന്ന അടിയിൽ ഹീറോയിൻ തെറിച്ച് റോഡിലേക്ക് വീഴും. ഇവളെ രക്ഷിക്കാനായി നമ്മുടെ ഹീറോ അവളെ മാറ്റുമ്പോഴോ നമ്മുടെ ഹീറോയ്ക്കിട്ട് വന്നൊരു വണ്ടി ഇടിക്കും. അവിടെ വെച്ച് തന്നെ നമ്മുടെ ഹീറോ ഡെഡ് ആകുകയും ചെയ്യും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ചേച്ചി ഹീറോയുടെ ഫോട്ടോ വെച്ച് മരണചടങ്ങുകളെല്ലാം നടത്തും. ആ ടൈമിൽ അവിടെയുള്ള എല്ലാവരും വെളിയിലേക്ക് പോകും. ചേച്ചിയും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴോ ജെറി എല്ലാവർക്കും ഒരു ബുക്ക് കൊടുക്കുന്നു. അതേത് ബുക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയെ പറ്റിയുള്ള ഡയറി തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരും ഇത് വായിച്ചു കഴിയുമ്പം ഇവളൊരു നല്ല പെണ്ണല്ലെന്നുള്ള കാര്യം എല്ലാവർക്കും പിടികിട്ടും. അങ്ങനെ ഇവിടം കൊണ്ട് നമ്മുടെ മൂവിയും തീരും.